ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഈ പൂവ് കാണുമ്പോൾ, കുമ്പളത്തിൻ്റെ ഈ പൂവൊക്കെ കാണുമ്പോൾ നമുക്ക് ഓണത്തിൻ്റെ ഒരു വരവേൽപ്പ് പോലെ തോന്നുക അല്ലേ? ഓണം ആയ പോലെ. അപ്പോൾ ആ സമയങ്ങളിലാണല്ലോ അങ്ങനെയൊക്കെ. അപ്പോൾ അല്ലാത്ത സമയത്തും ഉണ്ടാവും കേട്ടോ, അതല്ല പറയുന്നത്. എന്നാലും പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ കുറച്ച് സ്ഥലമുള്ള വെച്ചാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അതുണ്ടാവുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് അല്ലേ? രണ്ടെണ്ണ ഉള്ളു വെച്ചാലും അത് കാണുമ്പോഴും അത് പൊട്ടിക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് അല്ലേ? പിന്നെ എല്ലാവരും പറയും 1 സെൻറ്റ് മതി അല്ലെങ്കിൽ 3 സെൻറ്റ് മതി. ആകെ നമുക്കതിലുണ്ടാക്കേണ്ടത് ഒരു മുരിങ്ങയും അതുപോലെ തന്നെ നമുക്കൊരു ഓമയും ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകുതി സമാധാനമാണെന്ന് പറയും. കാരണം ആരോഗ്യപരമായൊരു ഭക്ഷണമാണ് മുരിങ്ങ, അതുപോലെ തന്നെ ഓമയും അല്ലേ? ഓമ എന്ന് പറഞ്ഞാൽ പപ്പായ കേട്ടോ, ഞങ്ങൾ ഓമക്കായ എന്ന് പറയും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. കാരണം ഓമക്കായ നമുക്ക് ഉപ്പിലിട്ടിട്ട് കഴിക്കാം, കറി വെച്ച് കഴിക്കാം, ഉപ്പേരി വെച്ച് കഴിക്കാം. ഇതുണ്ട് വയലറ്റ് പച്ചമുളക്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ? അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ കുറച്ച് പൊട്ടിച്ചു കേട്ടോ. പിന്നെ ചീനിമുളകും ഉണ്ടായിരുന്നു. ഇതെൻ്റെ പച്ച വഴുതനങ്ങ, നല്ല നീളം വഴുതനങ്ങ. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് വെള്ള വഴുതനങ്ങ. ഞാൻ 3 എണ്ണം ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായി വന്നത് അതൊക്കെ കേട്ടോ. പിന്നെ അതിൻ്റെ തലയൊക്കെ വെട്ടി കൊടുത്തു. വഴുതന കുറച്ച് കാലം ഉണ്ടാവുമല്ലോ, അപ്പോൾ തല വെട്ടിയാലും വീണ്ടും വരും. അതുപോലെ തന്നെ മത്തനും കുമ്പളനൊക്കെ ഉണ്ടായിരുന്നു. കുമ്പളങ്ങയുടെ പൂലുകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നല്ല മഴയായ സമയത്ത് അതൊക്കെ ചീഞ്ഞു പോയി. എങ്കിലും അതവിടെ പടർന്നിട്ടുണ്ട്. അത് പടർന്ന് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ പച്ചമുളകും ചീനിമുളകും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എരിവുള്ള പച്ചമുളകുണ്ട് കേട്ടോ. ഇഷ്ടമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 പച്ചമുളക് പൊട്ടിച്ചാൽ മതി. ഈ ഉണ്ടമുളക് കിട്ടാൻ നല്ല എരിവാണ്. അപ്പോൾ അതുപോലെ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ പച്ചമുളക് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പൊട്ടിച്ചത് കാരണമാണ് ഇപ്പോൾ ഈ കുറച്ച് കാണുന്നത് കേട്ടോ. പൊട്ടിക്കുന്നതിനൊക്കെ മുൻപ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. പിന്നെ അതുപോലെ തന്നെ മുരിങ്ങ, ഓമ, ഇത് കണ്ടോ, ഓമകൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഞാൻ ഈ കുരു ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഓമക്കായ പഴുത്തിട്ട് കഴിക്കാനും ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇപ്പൊക്കെ ഞാൻ കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ മുരിങ്ങ ഇപ്പോൾ നമ്മൾ വെട്ടിക്കൊടുത്തതൊക്കെ തളിരലകൾ വന്നിട്ടുണ്ട്. അപ്പം മുരിങ്ങ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ടല്ലേ? സൗന്ദര്യമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും. പക്ഷേ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാനും ഒക്കെ സന്തോഷം തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളെ പണിക്ക് വിളിച്ചാൽ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, പുല്ലുകൾ ഇങ്ങനെ മുളച്ച് വന്നുകൊണ്ടിരിക്കുക, കൂലി കൊടുത്ത് പണിയിപ്പിക്കുക എളുപ്പമല്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ വിചാരിക്കും ഫ്ലാറ്റാണ് നല്ലത് എന്നുള്ളത്. പക്ഷെ നമ്മൾ ഇങ്ങനെ ജീവിച്ചിട്ട് ഫ്ലാറ്റിൽ ഒതുങ്ങി കൂടെ ആർക്കും താല്പര്യം ഉണ്ടാവില്ല അല്ലേ? നമ്മുടെ മുറ്റത്തുകൂടെ സ്വതന്ത്രമായി നടന്ന് നല്ല ഒരു വായു കിട്ടുന്ന, നമ്മൾക്ക് ശ്വാസം കിട്ടുന്ന രീതിയിൽ. പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്നത് എന്താ വെച്ചാൽ കാർബോൾ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് പാമ്പുകൾ വരാതിരിക്കാനും മറ്റുള്ള ഇഴജന്തുക്കൾ ഇല്ലാതിരിക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ്. നമ്മൾ ഇതിന് മുൻപ് ഇത് വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചപ്പോൾ അതിലൊരു വിശ്വാസം തോന്നിയത് കൊണ്ടാണ് ഇത് വാങ്ങിച്ചത് കേട്ടോ. നമ്മുടെ ഇവിടെ ഓട്ടുപാറയിൽ വളം മേടിക്കുന്ന കട ഉണ്ട്. ആ കടയിൽ നിന്നാണ് നമ്മളിത് വാങ്ങിച്ചത്. നമ്മുടെ ഓട്ടുപാറ താളം തിയേറ്ററിൻ്റെ മുന്നിൽ വളമൊക്കെ വിൽക്കുന്ന ഒരു കട ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ തെങ്ങിനും ഇതിനൊക്കെയുള്ള വളം അവിടെ നിന്ന് മേടിക്കുക. അപ്പോൾ അതേ കടയിൽ ഇതുണ്ടായിരുന്നു നമ്മൾ അന്വേഷിച്ചപ്പോൾ. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. വളരെ നമുക്ക് വിശ്വാസം തോന്നി. അതായത് ഇത് ഉപയോഗിച്ചതിന് ശേഷം മുറ്റത്ത് കൂടെ 1-2 പ്രാവശ്യം പാമ്പിനെ കണ്ടു. കുട്ടികളുള്ളതെല്ലാം ഉണ്ടായിരുന്നു, ഇവയും നിക്കൊക്കെ. അപ്പോൾ അവർക്ക് അറിയില്ലല്ലോ, അത് കാരണം പേടിച്ചിട്ട് ഞങ്ങളിത് ചെയ്തതാണ്. പക്ഷെ അതിന് ശേഷം ഞങ്ങൾ പാമ്പുകളെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അത് വിശ്വാസമായതുകൊണ്ട് 2 മാസത്തേക്കാണ് തോന്നുന്നത് ഇതിൻ്റെ ഇത് കാലാവധി. അതോ 3 എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും ഇത് 2ാമത്തെ ബോട്ടിലാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ റെഡ് ക്യാപ്പ് ഉണ്ടല്ലോ, അത് തുറന്നതിന് ശേഷം ജൽ രൂപ അതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മൾ സ്മെല്ലൊന്നും നോക്കിയിട്ടില്ല, അറിയില്ല. അപ്പോൾ ആ റെഡ് ക്യാപ്പ് തുറന്നതിന് ശേഷം നമ്മുടെ എണ്ണക്കുപ്പിയുടെ ഒക്കെ മുകളിലുള്ള വെള്ള അടപ്പുണ്ടാവുമല്ലോ, അതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പുണ്ട്. അതിൽ ഒരു ആണി കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും ഒരു ഓട്ട തുളച്ചതിന് ശേഷം ഈ റെഡ് അടപ്പ് അതിൻ്റെ മുകളിൽ തന്നെ വെച്ചോളാനാണ് അവർ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ മണ്ണിൽ കുഴിച്ചിടുക കേട്ടോ. മണ്ണിൽ കുഴിച്ചിട്ടിട്ട് റെഡ് അടപ്പ് മുറുക്കി അടയ്ക്കേണ്ട, വെറുതെ വെക്കുക. മഴവെള്ളമൊക്കെ വീഴാതിരിക്കാനായിരിക്കാം. അപ്പോൾ ഈ ജെല്ല് ലയിക്കുന്ന തോന്നുന്നത് എനിക്ക് കേട്ടോ. എന്നിട്ട് നമ്മൾ മണ്ണിൽ കുഴിച്ചിടുമ്പോൾ കുപ്പിയുടെ കഴുത്ത് വരെ കുഴിച്ചിടാൻ പാടുള്ളൂ മണ്ണിൻ്റെ ഉള്ളിലേക്ക് കേട്ടോ. ബാക്കി ആ ക്യാപ്പ്, അതായത് റെഡ് ക്യാപ്പൊക്കെ ഇരിക്കുന്ന ഭാഗം പുറമേക്ക് നിൽക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഇത് വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് പാമ്പിൻ്റെ ഒന്നും ശല്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്കതിലൊരു വിശ്വാസം തോന്നിയത് കൊണ്ടാണ് വീണ്ടും ഇത് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഉപകാരം ഒരു 225 രൂപയ്ക്കല്ലേ വരുന്നുള്ളൂ. അപ്പോൾ വേറെ നമുക്കത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കിയിട്ട് അത് ശരിയാണ് അല്ലെങ്കിൽ ഉപയോഗം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചെയ്തതാണ്. ഞങ്ങൾക്കതൊരു ഉപയോഗം തോന്നി. 25 സെൻറ്റ് ഭൂമിയിലേക്കൊക്കെ ഇത് മതിയെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ 10 സെൻറ്റ് 12 സെൻറ്റൊക്കെ ഉള്ളപ്പോൾ ഇത് ഇഷ്ടം പോലെയാണ്.
അപ്പോൾ ഇത് ആരെങ്കിലും ഉപയോഗിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കൂ. നമുക്ക് വിശ്വാസമായ മാത്രം മതിയല്ലോ. 225 രൂപ ഒന്ന് ചിലവാക്കണം എന്നല്ലേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ എനിക്ക് കാണിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, നമ്മൾ എലാസ്റ്റിക് ബെഡ്ഷീറ്റ് ഇല്ലേ, ആ ബെഡ്ഷീറ്റിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇത് നല്ല കോട്ടൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഈ കോട്ടൻ്റെ ബെഡ്ഷീറ്റ് കിട്ടുമ്പോൾ നമുക്ക് അത് നല്ലതാണല്ലോ. മറ്റേത് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കഞ്ഞിപ്പശ പോലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിൻ്റെ കളറും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായോ? ബെഡിൽ വിരിച്ചിട്ട് കാണുമ്പോൾ ഭംഗിയില്ലേ കാണാനായിട്ട്? അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിസൈൻ ഇഷ്ടമായിട്ടോ കൊടുക്കുന്നുണ്ട് കേട്ടോ, അല്ലാതെ കൊടുക്കാൻ പറ്റില്ലല്ലോ. നല്ലതാണ് കേട്ടോ. നല്ല കോട്ടൻ്റെ ബെഡ്ഷീറ്റാണ്. 300 രൂപ മുതൽ തുടങ്ങുന്നുണ്ട്. പക്ഷേ 300ൻ്റെ നല്ല കോട്ടനായിട്ട് അല്ല, നമ്മൾ ഇത്തിരി വില കൂടും കോട്ടനാകുമ്പോൾ. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ 600ൻ്റെ ഉണ്ട്, 1000ൻ്റെ ഉണ്ട്, അതിലും മുകളിലുള്ളതുണ്ട്. പക്ഷേ നമുക്ക് ആവശ്യാനുസരണം നോക്കിയിട്ട് വാങ്ങി, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്ന് വാങ്ങിച്ചൊന്ന് മാത്രം. വേറെ എന്തിനു മുന്നേ ഞാൻ വാങ്ങിച്ച കളറും നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ബെഡിന് അത് പാകമല്ല ഉണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ട് അത് ഞാൻ തിരിച്ചയച്ചു. പിന്നെ ഇത് നമ്മൾ ഗുരുവായൂർ പോയപ്പോൾ മേടിച്ച ഗോപി ചന്ദനും ഹരിചന്ദനുമാണ് കേട്ടോ. നമ്മൾ ഗുരുവായൂർ വടക്കേ നടക്കിൽ നാരായണാലയം ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ടാണ് ഇത് വാങ്ങിക്കാൻ കിട്ടുക. 60 രൂപയാണ് വില കേട്ടോ. അത് തുറക്കുമ്പോൾ തന്നെയുള്ള ഒരു മണം, പിന്നെ നല്ല പേസ്റ്റ് പോലെയാണ്. നമ്മൾ തൊടുമ്പോൾ നനവൊക്കെ ഉണ്ടാവും. അത് തൊട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് സാധാരണ ചന്ദനം ഉണങ്ങുന്നത് പോലെ ഉണ്ടാവും കേട്ടോ. എന്തോ ഒരു പ്രത്യേക മണം, നമ്മളൊരു അമ്പലത്തിലെത്തിയ പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഗുരുവായൂർ പോയിട്ട് ഇത് എവിടെ കിട്ടുകയെന്ന് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ, അന്നദാനമൊക്കെ നടക്കണില്ലേ വടക്കേ നടക്കിൽ, അവിടെ നാരായണാലയം ഉണ്ടല്ലോ, അവിടെയാണ് കിട്ടുക കേട്ടോ. അപ്പം നല്ല മണമാണ്, അതിൻ്റെ ഒരു അമ്പലത്തിൻ്റെ പ്രതീതി തോന്നും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്തൊരു വിശേഷമായിട്ട് വേഗത്തിൽ വരാം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.